ഹായ് മക്കളെ. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസിലെ മിക്ക ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞത്. ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ഇനി ഒരു ക്വസ്റ്റ്യൻ വരും. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്രാമർ പാർട്ട് കൈകാര്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അത് എഡിറ്റിംഗ് ആയിരിക്കും കേട്ടോ. ഓക്കെ, എഡിറ്റിംഗ് ആണ്. അപ്പോൾ എഡിറ്റിംഗിൽ നിങ്ങൾ എന്താണ് ചെയ്യാനുള്ളതെന്ന് നമുക്കൊരു എക്സാമ്പിൾ അടക്കം നോക്കാം കേട്ടോ. എക്സാമ്പിൾ ഇതാ പിടിച്ചോളൂ. നിങ്ങളുടെ എന്താണ് നമ്മുടെ റിക്കിയുടെ ചാപ്റ്ററിൽ നിന്നുള്ള, അതായത് റോബോട്ട് വിത്ത് വൈറസ് എന്നുള്ള ഒരു എക്സാമ്പിൾ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള അധികം ബുദ്ധിമുട്ടുള്ള ഗ്രാമർ ഒന്നും ഇല്ല കേട്ടോ മക്കൾ. നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള ഗ്രാമറോട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നോക്കൂ, ഇവിടെ കുറച്ച് മിസ്റ്റേക്കുകൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇറ്റ് വാസ് ആൻ സണ്ണി മോർണിംഗ്, ദ വൈബ്രന്റ് ഗോൾഡൻ സൺലൈറ്റ് ഡാൻസ്ഡ് അക്രോസ് ദ സ്ട്രീറ്റ്സ്, ഇറ്റ് കാസ്റ്റ് വാം ഹ്യൂസ് അപ്പോൺ ദ ഹൗസ് ടോപ്സ്. ഇതൊക്കെ നിങ്ങൾ വായിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ല. ആ ഫസ്റ്റ് പാരഗ്രാഫ് ആണ് കേട്ടോ ആ ടെക്സ്റ്റില്, ആ ഒരു ചാപ്റ്ററിൽ. ഫസ്റ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ, ചോദ്യം വരുന്ന ഏത് പാരഗ്രാഫിൽ നിന്ന് വേണമെങ്കിലും ആവാം. പക്ഷെ എന്നാലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും. ഏതൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നോക്കിയോളൂ, പ്രധാന എറേഴ്സ് ഇതൊക്കെയാണ്. ഒന്ന്, റോങ് ആർട്ടിക്കിൾ. നേരത്തെ കാണിച്ചില്ലേ, അത് ഞാൻ പറഞ്ഞുതരാം, ഒന്നുകൂടി പറഞ്ഞുതരാം. റോങ് ആർട്ടിക്കിൾ തരും. നോ ക്യാപിറ്റൽ ലെറ്റർ. ചില സെന്റൻസ് കൊടുക്കുന്ന ക്യാപിറ്റൽ ലെറ്ററിൽ ആയിരിക്കില്ല കേട്ടോ. മിസ്പെൽഡ് വേർഡ്സ്, സ്പെല്ലിംഗ് മിസ്റ്റേക്കോടുകൂടി വേർഡ് തരും. റോങ് ടെൻസ്, പ്രസന്റ് ടെൻസിന് പകരം പാസ്റ്റ് ടെൻസ്, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിന് പകരം പ്രസന്റ് ടെൻസ് ഇട്ട് തരും. ഇതാണ് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി വേറൊന്നും കൂടി വരും, ജംബിൾഡ് ഓർഡർ. അതായത് രണ്ട് വേർഡ് ഉണ്ടാവും, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടുണ്ടാവും കേട്ടോ. അതൊക്കെ വരാറുള്ളൂ. നമുക്ക് ഓരോന്നും നോക്കാം. അതെ, റോങ് ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നോക്കിയേ, ഇറ്റ് വാസ് ആൻ സണ്ണി മോർണിംഗ്. ഇവിടെ എന്താ തെറ്റ്? ആൻ സണ്ണി മോർണിംഗ് എന്ന് പറയില്ല. കാരണം മക്കളെ, നമ്മൾ ഈ എയും ആനിനെയുമാണ് നമ്മൾ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു എന്നാണ് അർത്ഥം. അതൊരു സണ്ണി മോർണിംഗ് ആയിരുന്നു, അതൊരു വെയിലുള്ള മോർണിംഗ് ആയിരുന്നു എന്നാ പറഞ്ഞത്, ഒരു. പക്ഷെ നിങ്ങൾ ഈ ഒരു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ രണ്ടെണ്ണം ഉണ്ടല്ലോ, എന്താണ്? എയും ആനും. ഈ എ ഉപയോഗിക്കേണ്ട എപ്പോഴാണ്? കൺസോണന്റ് സൗണ്ടിന്റെ മുമ്പിലാണ് എ ഉപയോഗിക്കേണ്ടത്. കൺസോണന്റ് സൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എ ഇ ഐ ഒ യു ഒഴിച്ച് ബാക്കി എല്ലാ സൗണ്ട് എന്താണ്? കൺസോണന്റ് സൗണ്ട്. കൺസോണന്റ് സൗണ്ടിന്റെ മുമ്പിൽ എ ഉപയോഗിക്കണം. വവൽ സൗണ്ടിന്റെ മുമ്പിൽ എന്ത് ചെയ്യണം? ആൻ ഉപയോഗിക്കണം. അപ്പൊ ഇവിടെ തെറ്റല്ലേ? സണ്ണി എന്ന് പറയുമ്പോ സ കൺസോണന്റ് സൗണ്ട് അല്ലേ? അപ്പൊ ആൻ ആണോ ഉപയോഗിക്കേണ്ടത്? അല്ല, എ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ അതിന്റെ റൈറ്റ് ആൻസർ എന്താണ്? എ ആണ് കേട്ടോ. എ സണ്ണി മോർണിംഗ് എന്നാണ്. അതാണ് അവിടുത്തെ തെറ്റ്. ഇനി അടുത്തത്, നോ ക്യാപിറ്റൽ ലെറ്റർ. ഇത് നിങ്ങൾക്ക് അറിയാം എന്താണ്? ഒരു സെന്റൻസ് തുടങ്ങുമ്പോൾ നമ്മൾ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. മിക്കവാറും ഒരു എറർ ഇതായിരിക്കും. എന്താണ്? നിങ്ങൾക്ക് ഒരു സെന്റൻസ് ക്യാപിറ്റൽ ഇല്ലാതെ എഴുതുന്നുണ്ടാവും. അവിടെ ഇത് തന്നെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ടി ക്യാപിറ്റൽ ലെറ്റർ അല്ല. അപ്പൊ നിങ്ങൾ അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കി മാറ്റണം. അതൊരു എററാണ്. പിന്നെ അടുത്ത് വരുന്ന എററാണ് മിസ്പെൽഡ് വേർഡ്സ്. നമുക്കിപ്പോ തന്നിരിക്കുന്ന ഒരു വേർഡ് എന്താണ്? HUS എന്നാണ്. അതല്ല, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡിന്റെ സ്പെല്ലിംഗ് എന്താണ്? HUES എന്നാണ്. ഹ്യൂസ്, നിറങ്ങൾ എന്ന അർത്ഥത്തിൽ HUES ആണ്. അപ്പോൾ നിങ്ങൾ വേർഡ്സ് ഒക്കെ നന്നായിട്ട് വായിച്ച് പഠിച്ചിരിക്കണം കേട്ടോ. അതിന്റെ സ്പെല്ലിംഗ് ഒക്കെ അറിഞ്ഞിരിക്കണം. കുറച്ച് കട്ടിയുള്ള വേർഡ്സിന്റെ ഒക്കെ ആയിരിക്കും മിസ്പെൽഡ് ആയിട്ട് തരിക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് വരുന്ന എററാണ് റോങ് ടെൻസ്. അതായത് മക്കളെ, ഇതൊരു കഥയല്ലേടാ, കഥ കഴിഞ്ഞു പോയ കാര്യമല്ലേ. അപ്പൊ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. നോക്കിയേ, ദ സൺ ബീംസ് പീപ്പ് ഇൻ ടു റിക്കീസ് റൂം ത്രൂ ദ സ്കൈലൈറ്റ്. സൺബീംസ് റിക്കിയുടെ റൂമിലേക്ക് എത്തി നോക്കുന്നു. എത്തി നോക്കുന്നു എന്നാണ് പറയേണ്ടത്, എത്തി നോക്കി എന്നല്ല പറയേണ്ടത്. കാരണം അതിനകത്ത് ബാക്കി എല്ലാ കാര്യങ്ങളും പാസ്റ്റ് ടെൻസിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതും പാസ്റ്റ് ടെൻസിൽ തന്നെ പറയണം. അപ്പൊ നമുക്ക് റോങ് ടെൻസ് ആണ് തന്നിരിക്കുന്നത്. ഇത് പ്രസന്റ് ടെൻസ് അല്ല എഴുതേണ്ടത്, പാസ്റ്റ് ടെൻസ്. അപ്പൊ വേർഡ്സിന്റെ പാസ്റ്റ് ടെൻസ് അറിഞ്ഞിരിക്കണം. പീപ്പിന്റെ പാസ്റ്റ് ടെൻസ് എന്താണ്? പീപ്ഡ്. PEEPED. അതാണ് ഇതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് എഴുതേണ്ടത് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് മക്കളെ നമ്മളുടെ എന്താണ് നിങ്ങൾക്ക് തരുന്ന ആ ഒരു എഡിറ്റ് ദ പാസേജിൽ തരുന്ന എന്താണ് സ്ഥിരമായിട്ട് വരുന്ന മിസ്റ്റേക്കുകൾ തരുന്നത്. ഇതൊന്നും അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. സ്പെല്ലിംഗ് മിസ്റ്റേക്കും അതുപോലെ ക്യാപിറ്റൽ ലെറ്റർ ഇല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ വേർഡിന്റെ എന്താണ് പാസ്റ്റ് ടെൻസ് ആക്കുന്ന കാര്യം നിങ്ങളൊന്ന് കുറച്ച് വേർഡ്സ് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോഴേ നിങ്ങൾക്ക് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അപ്പോ നമ്മളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നമ്മളുടെ ഗ്രാമറിന്റെ പാർട്ട് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നിങ്ങൾ ആ പോസ്റ്റർ ഒക്കെ കൃത്യമായിട്ട് നന്നായിട്ട് പഠിച്ച് നല്ല പോസ്റ്റർ ഒക്കെ വരച്ചു വെക്കുക. പിന്നെ ക്വസ്റ്റ്യൻ ഞാൻ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിക്കുക. അടിപൊളിയായിട്ട് എക്സാം എഴുതാം കേട്ടോ. ഒട്ടും പേടിക്കണ്ട, ധൈര്യമായിട്ടിരുന്നോ. നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെ എക്സാം എഴുതണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ പറയാം. ബൈ.